നമസ്കാരം. അന്തംഗമികളെല്ലാം കൂടെ വിദേശയാത്രയുടെ തിരക്കിലാണ്. ഓരോരുത്തർക്ക് പിന്നാലെ ഓരോരുത്തരായി പോയിക്കൊണ്ടേയിരിക്കുന്നു. പോകുന്നത് സ്വന്തം ചിലവിലാണ്, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പോകുന്നത് എല്ലാം തന്നെ സഖാക്കന്മാർ ആയതുകൊണ്ട് ഇതിനു പിന്നിൽ എന്തൊക്കെയോ തിരിമറികൾ നടക്കുന്നുണ്ട് എന്ന സംശയം ഇപ്പോൾ ശക്തമാകുന്നു. വിവാദങ്ങൾ കത്തിപ്പടർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഉത്തരവാദിത്തങ്ങളെ പോലും ശ്രദ്ധിക്കാതെ അതിനൊന്നും ഉത്തരം നൽകാതെ മന്ത്രിപരിവാരങ്ങളുടെ യാത്ര കൂടുതൽ ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രിയും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ യാത്ര പോയി. അതിനു മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗതാഗത മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാർ എന്നിവരെല്ലാം വിദേശയാത്രയിലായിരുന്നു. എന്നാൽ ഇവരെല്ലാം പോകുന്നതിനിടയിലും ഒരാൾക്ക് മാത്രം ഈ യാത്രയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ കൂടുതലായി പുറത്തുവരുന്നത്. അത് ധനകാര്യ വകുപ്പ് മന്ത്രിയുടേതാണ്. എക്സൈസ് മന്ത്രി MB രാജേഷും കുടുംബവും ഫ്രാൻസ്, ബെൽജിയം, ഓസ്ട്രിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ സന്ദർശിക്കാനായി യാത്ര തിരിച്ചപ്പോൾ മന്ത്രി MB രാജേഷിനോടൊപ്പം വിദേശയാത്രയ്ക്ക് തയ്യാറെടുത്തിരുന്ന ധനമന്ത്രി KN ബാലഗോപാൽ ഇപ്പോൾ യാത്ര റദ്ദാക്കിയെന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അനാരോഗ്യമാണ് കാരണം. ഹൃദ്രോഗത്തിന് ആന്റിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വിശ്രമത്തിലാണ് അദ്ദേഹം. ഈ മാസം 24-ന് ഓഫീസിലെത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പിന്നീടും വിശ്രമ ദിവസങ്ങൾ നീട്ടുകയായിരുന്നു. 45 ദിവസത്തെ മുഴുവൻ സമയ വിശ്രമമാണ് ഡോക്ടർമാർ KN ബാലഗോപാലിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതോടെ ഇദ്ദേഹത്തിന് വിദേശയാത്ര റദ്ദായെന്നതാണ് വിവരം. മന്ത്രിസഭാംഗങ്ങൾക്ക് വിദേശയാത്ര ചെയ്യാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. ഇതിനുവേണ്ടി മുഖ്യമന്ത്രിയോടൊപ്പം മറ്റു മന്ത്രിമാരും വിദേശയാത്രയ്ക്കുള്ള അനുമതി തേടിയിരുന്നു. MB രാജേഷിനും KN ബാലഗോപാലിനും ഒരേ സമയമാണ് അനുമതി നൽകിയതെന്നാണ് വിവരം. മന്ത്രിസഭയിലും CPM സംസ്ഥാന നേതൃത്വത്തിലെയും അടുത്ത സുഹൃത്തുക്കളായ ഇരുവരും കുടുംബത്തോടൊപ്പം നടത്താനിരുന്ന യാത്രയാണ് ബാലഗോപാലിന് സുഖമില്ലാതായതോടെ ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. കേരളത്തിന് യാത്രാനുമതി ലഭിച്ച MB രാജേഷ് കഴിഞ്ഞ ദിവസം തന്നെ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ഫ്രാൻസ്, ബെൽജിയം, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിലായിരിക്കും മന്ത്രി യാത്ര നടത്തുക എന്നതാണ് വിവരം. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമാണ് യാത്ര എന്നാണ് പറയുന്നത്. സ്വകാര്യ സന്ദർശനമായതിനാൽ തന്നെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചല്ല എന്നെല്ലാം ഓഫീസ് അറിയിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതിനെല്ലാം പിന്നിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നത് ദുരൂഹം തന്നെയാണ്. മദ്യനയം മാറ്റാൻ സർക്കാരിന് പിരിവ് നൽകണമെന്ന ബാർ അസോസിയേഷൻ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്ന വിവാദമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എക്സൈസ് മന്ത്രി ഉൾപ്പെടെ യാത്ര പോയിരിക്കുന്നത്. ശബ്ദ സന്ദേശത്തിന് പുറമെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി DGPക്ക് കത്ത് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. വിഷയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണ സംഘത്തെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുമെന്നായിരുന്നു അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ എല്ലാ സഖാക്കന്മാരും ഒരുമിച്ച് യാത്ര നടത്തുന്നതിന് പിന്നിലുള്ള ആ ഒരു തന്ത്രം എന്താണ് എന്നതാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഉയരുന്ന ചോദ്യം.